ദേ ധർമ്മേട്ട, അച്യുതേട്ടൻ നമുക്ക് വേണ്ടി തുടങ്ങാൻ പോകുന്ന കട വേണ്ടാന്ന് പറയരുത്. അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. ഞാനിനിയൊന്നും പറയുന്നില്ല. നിങ്ങളെല്ലാരും കൂടി അങ്ങ് തീരുമാനിച്ചതല്ലേ, നടക്കട്ടെ. പക്ഷേ ഉദയഭാനുവിന്റെ കൂടെ ചേർന്ന് ഏട്ടൻ ദേവമംഗലക്കാർക്കെതിരെ നിന്ന ഞാൻ ഇടപെടും. അതുമല്ല, ആ ഉദയഭാനുവിനെ ഞാനൊന്ന് കാണുന്നുണ്ട്. അവന്റെ ചെവിക്കുറ്റി നോക്കി ഞാൻ ഒരെണ്ണം കൊടുക്കും. ഞാനും കൂടി അധ്വാനിച്ച കടയാത്. അവിടുന്ന് കാശ് കട്ടവനൊന്ന് കൊടുക്കേണ്ടത് എന്റെ കടമയെ അവകാശമാ. ധർമ്മേട്ട, ഓരോരോ എടുത്തുചാട്ടം കാണിച്ച് അച്യുതേട്ടനെ വെറുപ്പിക്കല്ലേ. എന്നുവെച്ചാ ഉദയഭാനു ചെയ്തത് കണ്ടില്ലെന്ന് വെക്കണമെന്നാണോ? ആ കള്ളം കാരണം നമുക്ക് ദേവമംഗലം വിട്ട് പോയേണ്ടി വന്നത്. അന്ന് അങ്ങനെ ഇറങ്ങി വന്നതുകൊണ്ടാ നമുക്ക് സ്വന്തമായിട്ട് ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങാൻ പറ്റുന്നത്. അപ്പൊ വാസ്തവത്തില് ഉദയഭാനുവിനോട് നന്ദി പറയാ വേണ്ടത്. ഓ, പറഞ്ഞു പറഞ്ഞ് വീണ്ടും നീ അവിടെ തന്നെ എത്തി. എന്താ സൂന്യേ, എന്താടാ ധർമ്മ, ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? അത് രാവിലെ അച്യുതേട്ടൻ വഴക്കു പറഞ്ഞില്ലേ, അതില് ധർമ്മേട്ടന് നല്ല പ്രയാസമുണ്ട്. ധർമ്മ, നീ എന്റെ അനിയനാ. നിന്നെ ഒന്ന് വഴക്കു പറയാനോ ശാസിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? ഇല്ലെങ്കിൽ പറഞ്ഞോ, ഇനി ഞാൻ ഒന്നും മിണ്ടുന്നില്ല. അതല്ലേ ഏട്ടാ. എടാ, കൂടുതൽ ബഹളം ഉണ്ടാക്കി ഒച്ചയെടുക്കം ചെയ്യുന്നവരാരെന്നറിയോ? ശുദ്ധ മനസ്സുള്ളവരാ. ആ വഴക്കിലും ബഹളത്തിലും അവരുടെ ദേഷ്യം മൊത്തം അങ്ങ് തീരും. നിന്നോടുള്ള പരിഭവം രണ്ട് ചീത്ത പറഞ്ഞപ്പോ അങ്ങ് തീർന്നു. നീ വന്നേ, വാ ഭക്ഷണം കഴിക്കാം. ഏട്ടനൊക്കെ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. അല്ലേട്ടാ, ഞാൻ പിന്നെ കഴിച്ചോളാം. ധർമ്മ, ഇനി നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ. നീ വന്നേ. നിന്നോട് സോറി പറയണമെന്നാണോ? എങ്കിൽ പറയാം, സോറി. തീർന്നില്ലേ? ഇതുപോലൊരു ഏട്ടനെ ആർക്ക് കിട്ടും? വാ ധർമ്മേട്ടാ, വാ, വാടാ ഇങ്ങോട്ട്. ഏട്ടാ, നീ പോയില്ലേടാ? ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അവർക്കെവിടെ? അനു കോളേജിൽ പോയി, ആര്യൻ റൂട്ടിൽ പോയി, മീനിത ഇറങ്ങാൻ റെഡിയാവുന്നുണ്ട്. ഏട്ടാ, എന്താടാ? ഇങ്ങനെ ഈ മുറിക്കുള്ളിൽ തന്നെ ഇരിക്കല്ലേ. ഇവിടെ ഇരുന്ന ഒരേ കാര്യങ്ങൾ തന്നെ ഏട്ടൻ വീണ്ടും വീണ്ടും ആലോചിക്കും. ഇപ്പൊ അതൊന്നും ആലോചിക്കുന്നില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഏട്ടാ, എന്റെ മുന്നിൽ അഭിനയിക്കല്ലേ. എടാ, എനിക്ക് ആകെ ഒരു വിഷമേ ഉള്ളൂ. ഞാനവളെ കണ്ണുടച്ച് വിശ്വസിച്ചു. അത് തെറ്റായിപ്പോയി. ആരെയും അത്രത്തോളം വിശ്വസിക്കാൻ പാടില്ല. നമുക്ക് പണി കിട്ടും. ആ ഒരു വേദന അത്രയുള്ളടാ. ഇങ്ങനെ ഇരിക്കാതെ എഴുന്നേക്ക്. അല്ല, ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? ഏട്ടാ റെഡിയായിട്ട് ഇറങ്ങ്. പുറത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് കാണുമ്പോ ഈ ചിന്തയിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇല്ലടാ, എനിക്കിന്ന് ജോലിക്കാൻ തോന്നുന്നില്ല. ശരി, ജോലിക്ക് പോകുന്നില്ലെങ്കിൽ വേണ്ട. നമുക്കൊന്ന് ചെന്ന് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് വരാം. ഒരു ചായയും കുടിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാം. ഏട്ടാ, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ? എടാ, എന്നെ ഓർത്ത് നിങ്ങളിങ്ങനെ വിഷമിക്കരുത്. അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തെ. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഏട്ടൻ ഇങ്ങനെ ജോലിക്കൊന്നും പോവാതെ, പുറത്തോട്ടൊന്നും പോവാതെ ഈ മുറിക്കുള്ളിൽ തന്നെ ഇരിക്കുമ്പോ ഞങ്ങൾക്ക് മനസ്സമാനം കിട്ടുമോ? പോവാനൊരു കാരണം ഉണ്ടാവണം. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈകിട്ട് വീട്ടിലെത്താൻ ഒരു കൊതി ഉണ്ടാവണം.
എനിക്കിപ്പോൾ ആ കൊതിയൊന്നുമില്ല. അതുകൊണ്ടാ ജോലിക്ക് പോകണ്ടെന്ന് വെച്ചേ. എനിക്കിപ്പോൾ എങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല, ആരും കാണാനും തോന്നുന്നില്ല. ഏട്ടാ, എടാ, നീ ഇനി സമയം കളയണ്ട. ഓക്കെയോ? കടയിൽ രാമേട്ടൻ തനിച്ചല്ലേ ഉള്ളൂ. അച്ഛന് സഹായത്തിന് നീ കൂടെ വേണം. നീ എന്നെ നോക്കി ഇവിടെ നിൽക്കണ്ട, വേഗം ചെല്ല. അനുശ്രീ, ഞാൻ നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു. അനുശ്രീ പ്ലീസ്, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. പ്ലീസ്, എനിക്ക് നിന്നോടൊന്ന് സോറി പറയണം. അനു പ്ലീസ്. മുന്നിന്ന് മാറ്. അനു പ്ലീസ്, എനിക്ക് പറയാനുള്ളൊന്ന് കേട്ടിട്ട്. എനിക്കൊന്നും കേക്കണ്ട, നീ മുന്നിന്ന് മാറ്. അനു പ്ലീസ്, ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ പൊയ്ക്കോ, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. നിനക്കിനി എന്താടാ പറയാനുള്ളത്? പറയാനുള്ളതും ചെയ്യാനുള്ളതും ഒക്കെ നീ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്തില്ലേ? ഇനി എന്താ പറയാനുള്ളത്? ഇനി നീ പറയുന്നതൊന്നും എനിക്ക് കേക്കണ്ട. ഏയ് അനു, പോവല്ലേ. ഇനി നീ പറയുന്നതൊന്നും എനിക്ക് കേക്കണ്ട. ഏയ് അനു, പോവല്ലേ. എന്റെ കൈ വിട്. വിടാൻ. വിടാ. അനു. അനു, ഒരിക്കൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസവും സ്നേഹമാണ് എന്റെ കല്യാണത്തിന്റെ തലേ രാത്രിയിൽ നിന്റെ മുന്നിൽ എന്നെ എത്തിച്ചത്. അന്ന് നീ എന്നോട് ചെയ്തത് എന്താണെന്ന് നിനക്കറിയാലോ. അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെയും നിനക്കറിയാലോ. ഇപ്പോഴാ ഞാൻ മനസ്സമാധാനവും സ്വസ്ഥതയും അറിയുന്നത്. എന്റെ വീട്ടുകാരെന്റെ ഒപ്പമുണ്ട്, എനിക്ക് താങ്ങും തണലുമായി. ഇനി എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അനു, നീ എന്നെ എത്ര വേണേലും കുറ്റപ്പെടുത്തിക്കോ, വേണമെങ്കിൽ എന്നെ തല്ലിക്കോ. ഞാൻ അതൊക്കെ അർഹിക്കുന്നുണ്ട്. അത്ര വലിയ തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്. ഓ, ഇപ്പോഴാണോ നിനക്ക് ആ ബോധം ഉണ്ടായത്? അനു, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എനിക്ക് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. കണ്ണടച്ച എന്റെ മനസ്സിൽ നീയാ. എന്താ പറഞ്ഞ? ഇതൊന്ന് പറയാൻ വേണ്ടിയാ ഞാനിവിടെ കാത്തു നിന്നത്. നീ എന്റെ വീട്ടിൽ വന്നത് മുതൽ അവിടുന്ന് പോകുന്നവരെ എനിക്ക് ഒരു സ്വസ്ഥതയും തന്നിട്ടില്ല. ശരിയാണ്, എപ്പോഴും നീ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. നമ്മൾ തമ്മിൽ വഴക്കടിച്ചു. നീ എന്റെ തലയെ കറി കോരി ഒഴിച്ചു, എന്നെ ടോർച്ചർ ചെയ്തു. അതൊക്കെ നീ അവിടെ ഉണ്ടായിരുന്നപ്പോ. നിന്റെ പ്രവൃത്തികളും സാന്നിധ്യവും ഒക്കെ എനിക്ക് അങ്ങേയറ്റത്തെ ഇറിറ്റേഷൻ ആയിരുന്നു. പക്ഷേ നീ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോ
എന്താ മോളെ? എന്താ പ്രശ്നം? എനിക്കറിയില്ല ഏട്ടാ, എന്നോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്ത് സംസാരിക്കാനാടാ? നിനക്ക് എന്താടാ സംസാരിക്കാനുള്ളത്? നിന്നോടല്ല, എനിക്ക് അനുശ്രീയോടാ സംസാരിക്കാനുള്ളത്. എടാ പന്നെ, നീ ഞങ്ങളുടെ പെങ്ങളോട് ചെയ്തൊക്കെ ക്ഷമിച്ച് വിട്ടളേ. ഞങ്ങള് വീണ്ടും വീണ്ടും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ മുന്നിൽ വന്ന് നിന്നുണ്ടല്ലോ. ഞാൻ എങ്ങനെയാ പ്രതികരിക്കുന്നേന്നേ എനിക്ക് തന്നെ അറിയില്ല. ആര്യൻ ചേട്ടാ വേണ്ട, നമുക്ക് പോവാം. ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. എനിക്ക് അനുശ്രീയോടൊന്ന് സംസാരിക്കണം. നീ അവളോട് ഒരു പുല്ല് സംസാരിക്കണ്ട. അത് നീയല്ലല്ലോ തീരുമാനിക്കുന്നേ. ഇപ്പൊ ഞാൻ തന്നെയാണോ തീരുമാനിക്കുന്നേ? ആര്യൻ ചേട്ടാ ഒന്ന് വന്നേ, വാ. ഹലോ, വീട്ടിൽ പോ. വാ, വാ, വാ. ഇനി എന്റെ പെങ്ങടെ പിന്നാലെ എങ്ങനെ നടന്നോ നീ? വാ, മതി മതി, വാ പോവാം, നമുക്ക് പോവാം. കേറ്. ആര്യൻ ചേട്ടാ, നീ ഇപ്പൊ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതെന്റെ പെങ്ങള് ദാനമായിട്ട് തന്നാടാ. ഇവളുടെ ഔദാര്യമാടാ നിന്റെ ഇപ്പോഴത്തെ ഈ ജീവിതം. മുത്തശ്ശിയെ ഒരാളെ ഓർത്ത് മാത്രമാ ഇവളാ കേസ് വേണ്ടെന്ന് വെച്ച്. അതിന്റെ അർത്ഥമേ ഇവള് നിന്നോട് ക്ഷമിച്ചെന്നോ നിന്റെ തെറ്റുകൾ മറന്നെന്നോ പുറത്തൊന്നോ അല്ല. ഒരിക്കലും അവള് നിന്നെ വിശ്വസിച്ചു. ഇനി ഞങ്ങളുടെ പെങ്ങക്ക് ഇങ്ങനൊരു അബദ്ധം സംഭവിക്കില്ല. ഇനി ഇവളെ ട്രാപ്പ് ചെയ്യാനാണ് നീ വന്ന് നിൽക്കുന്നെങ്കിലേ, ഒന്നും മോനെ, ആര്യന്റെ കൈയുടെ ചൂട് നീ അറിയും കേട്ടോ. ആര്യൻ ചേട്ടാ, ആര്യൻ ചേട്ടാ മതി, വിട് വിട് ഏട്ടാ, വിടാൻ വിട്, മതി, വാ മതി, വാ പോവാം. എടുക്ക് വണ്ടി, എടുക്ക്. അനു, ഇനി ഇവൻ ഇതുപോലെ നിന്നെയും കാത്ത റോഡ് നിന്നാലേ നീ ഒന്നും പറയാൻ പോകരുത്. എന്നെ വിളിച്ചാൽ മതി. ആ ശരി, ഞാൻ വിളിക്കാം. മറുപടി ഞാൻ കൊടുത്തോളാം. ആ പറയാം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഏട്ടൊന്ന് വണ്ടി എടുക്ക് പ്ലീസ്, പോവാ. അമ്മേ, അമ്മേ, എന്താ അമ്മേ? മനസ്സമാധാനവും സ്വസ്ഥതയൊന്നും ഇല്ലല്ലോ, പിന്നെങ്ങനെയാ? അമ്മേ, വീട്ടില് പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ അതൊന്നും കൊണ്ട് അമ്മയുടെ സമാധാനം തകരാൻ പാടില്ല. മീനു, ഇതൊക്കെ പറയാൻ എളുപ്പമാ. ഓരോന്നൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ഒരു സമാധാനവും ഇല്ല. ആനന്ദിന്റെ കല്യാണം എത്ര ആഘോഷമായിട്ടും സന്തോഷമായിട്ടൊക്കെ നമ്മൾ നടത്തിയതാ. ഇതിപ്പോ ഇങ്ങനെയായി. അവനിപ്പോ ബന്ധം വേർപെടുത്തണമെന്നാ പറയുന്നത്. അമ്മ വിഷമിക്കാതിരിക്കെ, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. എനിക്കെന്താ വിഷമം? അവന്റെ ജീവിതം അവനാ തീരുമാനിക്കേണ്ടത്, അല്ലാതെ ഞാനല്ല. അമ്മേ, ഏട്ടത്തി ഈ കുടുംബത്തിൽ നിന്നും എന്നേക്കുമായിട്ട് അകറ്റി നിർത്താൻ അമ്മയെക്കൊണ്ട് പറ്റുമോ? അപ്പച്ചിക്ക് ഏട്ടത്തെ മറക്കാൻ പറ്റുമോ? ഞാനെന്തിനാ അവളെ കുറിച്ച് ഓർക്കുന്നേ? അപ്പച്ചിപ്പോ ഏട്ടത്തെ കുറിച്ച് ഓർക്കാറേ ഇല്ല. ഞാൻ ഓർക്കാറില്ല. ഞാൻ അവളെ മറന്നു കഴിഞ്ഞു. ഈ പറയുന്നത്ര എളുപ്പമാണോ അമ്മ അതൊക്കെ? അതത്ര എളുപ്പമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവളെപ്പോലൊരു പെരുങ്കള്ളിക്ക് ഇനി ഒരിക്കലും ഞാൻ എന്റെ മനസ്സിൽ ഇടം കൊടുക്കില്ല. അപ്പച്ചി, ഏട്ടത്തെ ചെയ്തത് തെറ്റാ. അതിനെ ഞങ്ങൾ ന്യായീകരിക്കൊന്നും അല്ല. പക്ഷേ മനഃപൂർവ്വം നമ്മളെ ചതിക്കണമെന്നൊന്നും ഏട്ടത്തെ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. അതെ അപ്പച്ചി, അച്ഛനും അമ്മയും കൊണ്ട് നിർബന്ധിച്ചപ്പോ ആ പാവം പെട്ടുപോയതായിരിക്കും. കഴിഞ്ഞോ? ഏട്ടത്തെ ന്യായീകരിച്ച് കഴിഞ്ഞോ എന്നാ ചോദിച്ചത്. അമ്മേ, ഞങ്ങൾ ന്യായീകരിച്ചൊന്നും അല്ല.
ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞതാ. ചിലപ്പോ സത്യം അതാണെങ്കിലോ? ചിലപ്പോ. ആ അപ്പോ അതിന് വലിയ ഉറപ്പൊന്നുമില്ല. അമ്മ, ചിലപ്പോഴല്ല, സത്യം അത് തന്നെയാ. ഞാൻ പണത്തിനെയോ പൊന്നിനെയോ സ്നേഹിക്കുന്ന ഒരാളാണോ? ആ എനിക്കതിനോടൊക്കെ ആർത്തിയുണ്ടോ? നിങ്ങൾക്കത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ? തോന്നിയിട്ടുണ്ടോ ഇല്ലയോ അത് പറ. അമ്മയ്ക്ക് പണത്തിനോട് ഒരു ആർത്തിയും ഇല്ല, പൊന്നിനോട് ഒരു ആർത്തിയും ഇല്ല. ഉറപ്പാണല്ലോ? ഉറപ്പാ. നിനക്കോ മിത്രേ, നിന്റെ അഭിപ്രായം എന്താ? മീന ചേച്ചിയുടെ അതേ അഭിപ്രായം തന്നെയാ എനിക്കും. ഒരു മാറ്റമില്ലല്ലോ? ഒരു മാറ്റവും. ആ അങ്ങനെയുള്ള എന്നെ അവള് ചതിച്ചത്. എന്റെ സ്വന്തം മോളെ പോലെയല്ലേ ഞാൻ അവളെ കണ്ടിരുന്നത്? അങ്ങനെയല്ലേ ഞാൻ അവളെ സ്നേഹിച്ചിരുന്നത്? നിങ്ങളെ ആരെയും മരുമക്കളായിട്ടല്ലല്ലോ, മക്കളെ പോലെയല്ലേ ഞാൻ സ്നേഹിച്ചത്. അങ്ങനെ ആയിരുന്നില്ലേ നമ്മളൊക്കെ തമ്മിലുള്ള അടുപ്പം? എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കിടയിൽ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതെ, അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ അങ്ങനെയാ ജീവിച്ചത്, ഒരു മനസ്സായിട്ട്. നിർത്ത്, ഒന്ന് നിർത്ത്. എപ്പോഴെങ്കിലും എന്നോടെങ്കിലും അവൾക്ക് ഈ സത്യം തുറന്നു പറയായിരുന്നല്ലോ. പറയായിരുന്നോ? നിങ്ങളായിരുന്നു അവളുടെ സ്ഥാനത്തെങ്കില് നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? എന്ത് ചെയ്യുമായിരുന്നു? എനിക്ക് ഉത്തരം വേണം. അതിപ്പോ നിങ്ങൾ എന്നോട് തുറന്നു പറയുമായിരുന്നോ? അതോ അവള് ചെയ്ത പോലെ നിങ്ങളും ചെയ്യുമായിരുന്നോ? ഞാൻ അമ്മയോട് തുറന്നു പറയുമായിരുന്നു. തുറന്നു പറയുമായിരുന്നു അല്ലേ? അതെ. നീയോ? ഞാനും തുറന്നു പറയുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് അവൾ എന്നോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ല? നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, നിങ്ങൾ കള്ളം മറച്ചു വെക്കാതെ എന്നോട് തുറന്നു സംസാരിക്കൂന്ന്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ കാണിക്കുന്ന സ്നേഹവും അടുപ്പവും തിരിച്ച് നിങ്ങൾക്കും എന്നോടുണ്ട്. അതേ സ്നേഹം ഉണ്ടായതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾക്ക് എന്നെ വിശ്വാസമുള്ളത്. ആ വിശ്വാസം അവൾക്ക് എന്നോടുണ്ടായിരുന്നില്ല, സ്നേഹം ഉണ്ടായിരുന്നില്ല. അമ്മ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ തന്നെ പറയും മീനു. സ്നേഹത്തിന് കള്ളത്തരമില്ല. സത്യസന്ധത ഉള്ളിടത്തെ സ്നേഹമുള്ളൂ. അവൾക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം സത്യസന്ധമായിരുന്നെങ്കിൽ അവൾ എന്തോ എന്നോട് തുറന്നു പറഞ്ഞാന്. കാരണം അമ്മ എന്റെ കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസം അവൾക്കുണ്ടായന്. അതില്ലാതെ പോയത് അവൾക്ക് എന്നോടുള്ള സ്നേഹം അല്ലാത്തത് കൊണ്ടാ. അമ്മ ഏട്ടത്തിയുടെ ആംഗിളിൽ നിന്ന് ആലോചിച്ചു നോക്കിയേ. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഏട്ടത്തെ ആഗ്രഹിച്ചിരുന്നിരിക്കും. പക്ഷെ നമ്മളത് എങ്ങനെ എടുക്കുമെന്ന് ഏട്ടത്തിക്ക് ഒരു ആശങ്ക ഉണ്ടാവില്ലേ? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. അവള് ശ്രമിച്ചത് എന്തിനാണെന്നറിയോ? അവളുടെ കള്ളത്തരങ്ങൾ ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ, ആരും ഒന്നും അറിയാതിരിക്കാൻ. അങ്ങനെ എത്ര കാലം അവൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ അത്രയും കാലം അവൾക്ക് ഇവിടെ ജീവിക്കാൻ. അത് മാത്രമായിരുന്നു അവളുടെ ഉദ്ദേശം. അവളുടെ ആ പേരും കള്ളൻ തന്ത, അയാൾ ഒറ്റ ഒരാള് കാരണോ അവളുടെ ഉദ്ദേശം തെറ്റിപ്പോയത്. അയാള് കടയിൽ കയറി മോഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇതൊന്നും പുറത്തു വരില്ലായിരുന്നു. പാവം എന്റെ ആനന്ദ് എല്ലാം സ്വയം സഹിച്ച് നീറി ആരോടൊന്നും പറയാൻ കഴിയാതെ
അവൻ ചിലപ്പോ എന്തെങ്കിലും കടുങ്കൈ ചെയ്തേനെ. അപ്പോഴും സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല. അന്ന് നമ്മളൊക്കെ അവളെ ഓർത്തായിരിക്കും സഹതപിക്കുന്നത്. അവള് കാരണം അവരങ്ങനെ ചെയ്തെന്ന് ആരെങ്കിലും ചിന്തിക്കോ? അമ്മേ, എല്ലാ കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ. നമ്മള് അതും കൂടി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ദേ, നിങ്ങൾ എന്നോട് അവളുടെ ഭാഗം പറഞ്ഞുകൊണ്ട് വരരുത്. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ അവളുടെ നേരെ കൊട്ടിയടച്ചതേ ഈ വീടിന്റെ വാതില് മാത്രമല്ല, എന്റെ മനസ്സിന്റെ വാതില് കൂടിയാ. അത് തീരുമാനിച്ചു തന്നെ ഞാൻ അങ്ങനെ ചെയ്തത്. അവളെ ന്യായീകരിക്കാനോ അവളുടെ പക്ഷം പിടിക്കാനോ നിങ്ങൾ ആരും വരരുത്. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. ഓഫീസിൽ നിന്നുള്ള കോളാ, ഞാനിപ്പോ വരാമേ. ആനന്ദ് ബന്ധം വേർപെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അവനോടൊന്നും സംസാരിക്കില്ല. പിന്നെ നിനക്കോ മീനുവിനോ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ സംസാരിക്കോ സംസാരിക്കാതിരിക്കോ എന്താണെന്ന് വെച്ചാ ചെയ്തോ. പക്ഷെ ഇനി അവളുടെ കാര്യം ഒന്നും എന്നോട് പറയരുത്. എനിക്കത് കേൾക്കണ്ട. അപ്പച്ചി എന്താ ഉദ്ദേശിച്ചത്? ഞങ്ങൾ ആനന്ദേട്ടനോട് ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കണമെന്നാണോ അതോ സംസാരിക്കരുതെന്നാണോ? എന്താ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പരസ്പരം തുറന്നു പറയുമായിരുന്നല്ലോ. ഏട്ടത്തി എന്തിനാ ഇത്രയും വലിയൊരു കാര്യം ഞങ്ങളിന്ന് മറച്ചു വെച്ച്? നിന്നോടൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ദേവി ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പഴയ കാര്യങ്ങൾ എടുത്തിട്ടിപ്പോ അലോക് അനുമോളെ ശല്യപ്പെടുത്താനായിരിക്കില്ല പുറകെ വന്നത്. ഇനി അനുമോളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ? എന്ത് പറയാൻ?